സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴ വടക്കം ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. UDF ICUവിലാക്കിയ ആരോഗ്യ മേഖലയെ LDF ആശുപത്രി കിടക്കയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുകയാണ് ഉണ്ടായതെന്ന് മന്ത്രി MP രാജേഷ് പ്രതികരിച്ചു. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജലജന്യ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനമായി കേരളം മാറിയതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. അതായത് രോഗികൾ സ്വകാര്യ ആശുപത്രികളെ കൂടുതലായി ആശ്രയിക്കുമ്പോഴാണ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഉണ്ടാകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയെ തുടർന്ന് ചികിത്സയിലുണ്ടായിരുന്ന രോഗി മരിക്കാൻ ഉണ്ടായ സാഹചര്യവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പതോളജി ലാബിലേക്കുള്ള സാമ്പിളുകൾ നഷ്ടമായ സംഭവം ഉൾപ്പെടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ ദുരിതാവസ്ഥ മുൻനിർത്തിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട PC വിഷ്ണുനാഥ് MLA ആണ് നോട്ടീസ് നൽകിയത്. വിവിധ തരത്തിലുള്ള രോഗങ്ങൾ 10 മടങ്ങായി സംസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയതായി PC വിഷ്ണുനാഥ് പറഞ്ഞു. നിർമ്മാർജ്ജനം ചെയ്തു നാം അഭിമാനിച്ച പകർച്ചവ്യാധികൾ പൂർവാധികം ശക്തിയോട് തിരിച്ചു വരികയാണ്. നിപ്പ ബാധകൾ തുടർച്ചയാണ്. പിടിച്ചുകെട്ടി ആട്ടിപ്പായിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞ നിപ്പ 18 മുതൽ 24 വരെ 5 തവണ വന്നപ്പോൾ 21 പേരാണ് സാർ കേരളത്തിൽ മരിച്ചത്. എന്നാൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചതെന്നും ആരോഗ്യ മേഖലയിലെയും ഡോക്ടർമാരുടെയും മനോവീര്യം തകർക്കുന്ന നിലപാടാണ് പ്രതിപക്ഷത്തിൻ്റെതെന്നും മന്ത്രി വീണ ജോർജിന് വേണ്ടി MP രാജേഷ് വ്യക്തമാക്കി. നിങ്ങൾ ICUവിലാക്കിയ കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെ കേരളം ആശുപത്രി കിടക്കയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഈ ഗവൺമെന്റ് ആശുപത്രി കിടക്കയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. എന്നാൽ സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ വ്യാപകമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും പ്രഖ്യാപിച്ച 300 കോടി രൂപയുടെ പദ്ധതികൾ ആരോഗ്യവകുപ്പ് വെട്ടിക്കുറച്ചതായും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഈ വർഷം മരുന്ന് വാങ്ങാനുള്ള 1016 കോടി രൂപ വേണമെന്നിരിക്കെ 300 കോടി രൂപ മാത്രമാണ് സർക്കാർ നീക്കിവെച്ചിരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ വർഷം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് മരുന്ന് മേടിക്കാൻ ആവശ്യമായ തുക 1014 കോടി രൂപയാണ്. എത്രയാണ് വെച്ചിരിക്കുന്നതെന്നറിയാമോ? ബജറ്റിൽ 356 കോടി രൂപ ബജറ്റിൽ വെച്ചിരിക്കുന്നത്. തുടർന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ച സ്പീക്കറുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുകയായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.